അച്ഛാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും എന്റെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഒരു നല്ല അച്ഛനാണെന്ന്. എന്നിട്ട് എന്തിനാ അച്ഛാ രോഹൻ എന്നിൽ നിന്ന് അകറ്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛാ, ദയവായി രോഹനെ വിട്ടേക്കൂ. എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല. അച്ഛാ പ്ലീസ്, പ്ലീസ് അച്ഛാ. ഇനി നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടറിഞ്ഞു. അത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിന്റെ വിവാഹം വളരെ നല്ലൊരു കുടുംബത്തിൽ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും. നീ കണ്ടോ, ഞാനാണ് ഇവിടെ എല്ലാവരുടെയും വിധി നിർണയിക്കുന്നത്. കാരണം ഞാനാ നിങ്ങളുടെ എല്ലാവരുടെയും വിധികർത്താവ്. നോക്കുമോളെ, ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാലി വീഴുന്ന മാപ്പ് ചോദിക്കാം. എന്താ? വാ വാ. ഇല്ല അച്ഛാ, ദയവായി ഇതൊന്ന് നിർത്താവോ പ്ലീസ്. നിങ്ങൾ എന്റെ അച്ഛനാണ്, ബ്രഹ്മാവല്ല. അച്ഛന്റെ ഈ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, അമ്മയുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യമുണ്ടോ അതേപോലെ ഞാൻ ഈ പറയുന്ന വാക്കിലും സത്യം ഉണ്ടാവും. എന്റെ മോൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കില്ല. പറഞ്ഞോ ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നോക്കട്ടെ. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം. നീ ടെൻഷൻ ആവണ്ട. ഓക്കെ. ഇവിടെ ഓൾറെഡി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ സാറിനോട് ക്യാഷ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? സാർ, അത് നിനക്ക് ആവശ്യം പണമല്ലേ? പറ, നിനക്ക് ആവശ്യം പണമല്ലേ? അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ച്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടതായി വരും. അതും ഇപ്പോൾ ഈ നിമിഷം. സാർ, അത് അനുരാഗ് എങ്ങനെയെങ്കിലും അച്ഛനെ തടയാൻ നോക്കൂ പ്ലീസ്. അച്ഛാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇഷയും നീ എന്നെ നിന്റെ വിധികർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ അഭിമാനം കൊണ്ടല്ലേ നീ കളിച്ചത്. എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാ കളിക്കാൻ പോകുന്നത്. നിനക്കത് അനുസരിക്കാതെ വഴിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ വിധി നിർണയിക്കുന്നത് ഞാനാ. ഈ ഞാൻ ഇല്ല, അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല അച്ഛാ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അച്ഛാ 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 അച്ഛ, അച്ഛന് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല അച്ഛ. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടി പോകരുത്. തിരുമേനി, ആ പുടവയും എടുത്തേ. അരുത്, അരുത്. അച്ഛ, അച്ഛ വേണ്ട, ഇങ്ങനൊന്നും ചെയ്യരുത്. അച്ഛ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അച്ഛ പ്ലീസ്, എന്തായി കാണിക്കുന്നേ? എടാ സൂരജ്, ഇതിന്റെ ഒരു അറ്റം കെട്ടിക്കോ, സമയം അധികമില്ല. ഇല്ല ഇല്ല, സൂരജ് ഇത് തെറ്റാണ്. സൂരജ് എന്നോട് നീ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സൂരജ് ദയവായി ഇതിൽ നിന്ന് പിന്മാറും. അവരുടെ കാല് നേരത്തെ തന്നെ അല്പം വീക്കായിരുന്നു. ഇപ്പൊ വീഴുകയും കൂടി ചെയ്തപ്പോ കാല് കുറച്ചുകൂടി ഡാമേജ് ആയി. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. എനിക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും പിന്നെ നിന്നിലും പൂർണ്ണ വിശ്വാസം. ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും എനിക്കറിയാം. പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ നിന്നിലും എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും പൂർണ്ണ തയ്യാറാക്കേണ്ടി വരും. വിശ്വാസമുണ്ട്. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ കാശടയ്ക്കാതെ എനിക്ക് മറ്റൊരുക്കങ്ങളൊന്നും ചെയ്യാൻ ഞാൻ കഴിയില്ല. നിങ്ങൾക്ക് വാക്ക് തരാം, ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. സൂരജ്, നീ അവിടെ നിന്ന് എന്താ ആലോചിക്കുന്നേ? നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവനല്ലേ? സർ എന്നല്ലേ നീ എന്നെ വിളിക്കുന്നേ? അപ്പോൾ നീ എന്റെ ഈ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങോട്ട് കയറി വാ. സൂരജ്, വരാനാ പറഞ്ഞത്. ഞാൻ വല്യമ്മയ്ക്കും വല്യമ്മയുടെ കാലിനും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല, മനസ്സിലായോ? സൂരജ്, ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ?